ഹിന്ദുക്കളിൽ തുടരുന്ന ഒരു തെമ്മാടിത്തരത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അതാ നമ്മളത് പറയണം. കാരണം ഇപ്പോൾ ഹിന്ദുക്കൾ പറയുന്നുണ്ട്, നമ്മുടെ ചാനലിരുന്ന് നമ്മൾ പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഹിന്ദു മതവിശ്വാസികൾ വലിയ ഭീഷണികൾ നേരിടുന്ന ഒരു കാലമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ വഖഫിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണെങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ പോലും നടത്താൻ കഴിയുന്നില്ല. ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് കർണാടകയിലുണ്ടായ സംഭവങ്ങൾ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ UP-യിൽ പോലും വിനായക ചതുർത്ഥിക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ, ഇത് രാമനവമി ആവട്ടെ, ദുർഗാപൂജയാവട്ടെ, ഒരുപാട് പ്രശ്നങ്ങൾ, ഹിന്ദുക്കൾക്ക് ഒരുപാട് അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതെല്ലാം പരിഹരിക്കണം, നരേന്ദ്രമോദി ഇതൊക്കെ പരിഹരിക്കണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഹിന്ദുക്കളെ പോലെ വൃത്തികെട്ട മനസ്ഥിതിയുള്ള ഒരു മതക്കാരുണ്ടോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകും. നമ്മൾ അപ്രിയമായ ചില കാര്യങ്ങൾ പറയാതിരുന്നുകൂടാ. ഞാൻ ഈ തമിഴ്നാട്ടിലൊരു സംഭവം പറയാം. തമിഴ്നാട്ടിൽ വഴുതലംബേട് വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജുണ്ട്, ഒരു ഗ്രാമം. അവിടെ വണ്ണിയാർ സമുദായത്തിനാണ് ഭൂരിപക്ഷം. അവിടെ ഒരു കോവിലിൻ്റെ പേര് ബിദ്രി ഏറ്റിയമ്മൻ കോവിൽ എന്നാണ്. ഈ കോവിൽ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുക. കാരണം എന്താണെന്നറിയോ? ആ കോവിലിലേക്ക് പോകാനായിട്ട് അവിടെ SC/ST വിഭാഗത്തെ സമ്മതിക്കത്തില്ല. ഈ കോവിൽ 1958 പുറമ്പോക്കിൽ ഉണ്ടാക്കിയതാണ്. പുറമ്പോക്കെന്ന് പറഞ്ഞാൽ വണ്ണിയാർമാരുടെയോ അല്ലെങ്കിൽ മുന്നോക്ക സമുദായക്കാരുടെ മാത്രമൊന്നുമല്ല, ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങളുടെ അവകാശപ്പെട്ട സ്ഥലമാണ് പുറമ്പോക്ക്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി. ആ ക്ഷേത്രത്തിനെ സർക്കാർ അംഗീകരിച്ചു. 1998 ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് പ്രകാരം സർക്കാർ ഏറ്റെടുത്തു. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്, നമ്മുടെ ദേവസ്വം ബോർഡ് പോലെ. ആ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ ബിദ്രി ഏറ്റിയമ്മൻ കോവിൽ നമ്മുടെ ഒരു ദേവതാ സങ്കല്പത്തിൽ ഭദ്രകാളിയെ പോലെ, നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടല്ലോ, എറണാകുളത്തൊക്കെ തമിഴുമായി ബന്ധപ്പെട്ട് തമിഴ് സ്വാധീനത്തിൻ്റെ ഭാഗമായി പേച്ചിയമ്മൻ കോവിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഭദ്രകാളി എന്ന ഭാവത്തിലാണ് ഈ എറണാകുളത്തെ പേച്ചിയമ്മൻ കോവിലൊക്കെ പൂജ നടത്തുന്നത്. അപ്പോൾ അത്തരം ക്ഷേത്രങ്ങൾ എറണാകുളത്തൊക്കെ കാണാം. തമിഴ്നാടിൻ്റെ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റിയമ്മൻ പേച്ചിയമ്മനൊക്കെ വരുന്നത്. അങ്ങനെ സർക്കാർ ഏറ്റെടുത്ത പൊതുസ്ഥലത്തുണ്ടായിരുന്നിട്ട് 1998 തമിഴ്നാട് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിന് തുല്യമായ ബോർഡ് ഏറ്റെടുത്ത് ഭരണം നടത്തുന്ന ക്ഷേത്രത്തിലേക്ക് ഈ വണ്ണിയാർ വില്ലേജിന് തൊട്ട് പുറത്ത് ഗുമ്മിണിപുണ്ടി വില്ലേജിൽ താമസിക്കുന്ന പാവപ്പെട്ട SC/ST കോളനിയുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റില്ല. വന്ന ഉടനെ ഈ വണ്ണിയാർമാർ എന്ത് ചെയ്യുന്നറിയോ? ഞങ്ങളുടെ വീടിനുള്ളിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റോഡൊക്കെ ബ്ലോക്ക് ചെയ്യും. ഇവർ വരാതിരിക്കാൻ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ വിളവുണ്ടല്ലോ, നെല്ലൊക്കെ കൊണ്ടുവന്ന് റോഡിലിട്ട് ഉണക്കും. ഇതിൽ കൂടെ നടക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? ഹിന്ദുക്കൾക്ക് വലിയ പ്രശ്നമാണ്, ഹിന്ദുക്കളെ ഏകീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇപ്പോഴും നടക്കുകയാണ്. ഒരു പൊതുക്ഷേത്രത്തിൽ, ഇവരുടെ സ്വകാര്യ ക്ഷേത്രമല്ല, സ്വകാര്യ ക്ഷേത്രത്തിലാണെങ്കിൽ പോലും ഈ ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട മറ്റു സമുദായക്കാരെ കീഴ്ജാതി മേൽജാതി എന്ന് പറഞ്ഞ് പ്രവേശിപ്പിക്കാതിരിക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഇവിടെ ആ റോഡിലൂടെ അമ്പലത്തിൽ പോകട്ടെ, ഈ വണ്ണിയാർ എന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് ഈ നാട്ടിൽ എന്ത് ഹിന്ദു ഐക്യം പറയാനായിരിക്കുന്നത്? ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ശാപം 100 ജാതികളായി നിൽക്കലാണ്. ഇപ്പോൾ നോക്കൂ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ ശ്രമിക്കുന്നത് ജാതീയമായി ഹിന്ദു സമുദായത്തെ ആകെ വിഘടിപ്പിച്ച് പല ജാതികളായി പരസ്പരം പൊരുതണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഹിന്ദു ഏകീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്കൊരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഈ സമുദായത്തെ പല ജാതി വിഭാഗങ്ങളായി തമ്മിൽ തല്ലിച്ച് വിഘടിപ്പിക്കാൻ ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെ ആളുകളെ വഴി നടക്കാൻ, ക്ഷേത്രത്തിൽ പോകാൻ പോയിട്ട് വഴി നടക്കാൻ പോലും സമ്മതിക്കാത്ത തെമ്മാടിത്തരം കാണിക്കുന്നത്. എന്നിട്ട് ഇതിൽ പലതവണ സർക്കാർ ഇതിനകത്ത് ഇടപെട്ടു. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമുണ്ട്, കുംഭാഭിഷേകം. 2002 കുംഭാഭിഷേകത്തിന് 10 വർഷം കൂടുമ്പോൾ മറ്റാണ് കുംഭാഭിഷേകം നടക്കുന്നത്. കുംഭാഭിഷേകത്തിന് പങ്കെടുക്കണമെന്ന് ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട പാവങ്ങളായ അവർ ഹിന്ദുക്കളാണ്. അവർക്കും ഹിന്ദു മതത്തിലുള്ള ദൈവത്തിൽ ആരാധിക്കാൻ അവർക്ക് അവകാശമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസികളായ അവരെന്ത് ചെയ്തു? ഞങ്ങൾക്ക് ആ കുംഭാഭിഷേകത്തിന് വരണമെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചില്ല, റോഡൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് തുടങ്ങി വണ്ണിയാന്മാർ. അങ്ങനെ അത് പ്രശ്നമായി. അവസാനം എന്ത് ചെയ്തു? 2002 സർക്കാർ വന്ന് ജില്ലാ ഭരണകൂടം ഈ അമ്പലം സീൽ ചെയ്തു. അമ്പലം അങ്ങ് അടച്ചുപൂട്ടി. അതായത് ബിദ്രി ഏറ്റിയമ്മൻ കോവിലങ്ങ് അടച്ചുപൂട്ടി സർക്കാർ. അതായത് അമ്പലത്തിൽ പൂജ നടന്നില്ലെങ്കിലും, ദേവതയ്ക്ക് ആരാധനയും പൂജയും നടത്തിയില്ലെങ്കിലും ശരി, നിന്നെയൊന്നും കയറ്റത്തില്ല. എങ്ങനെയുണ്ട്? ഇവരൊക്കെ എന്ത് ഹിന്ദുക്കളാണ്? അങ്ങനെ ക്ഷേത്രം പൂട്ടിയിട്ടു.
കുംഭാഭിഷേകം നടന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും 10 വർഷം കഴിഞ്ഞ് 2012 ക്ഷേത്രം തുറന്നു. അപ്പോഴും കുംഭാഭിഷേകം വന്നു. കുംഭാഭിഷേകം വന്നിട്ട് ഇതേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു? ഈ പാവപ്പെട്ട ഈ SC/ST സമുദായത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അവർ മാറി നിന്നു കുഴപ്പമുണ്ടാകാതിരിക്കാൻ. അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ SC/STക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. തമിഴ്നാട്ടിൻ്റെ പല ഭാഗത്തും സംഭവിക്കുന്നതെന്നറിയാമോ? ഇപ്പോഴും ജാതീയമായ വലിയ വിവേചനമുണ്ട്. ചായക്കടകളിൽ ചായ കൊടുക്കില്ല. ഈ SC/ST സമുദായത്തിൽപ്പെട്ട ആളുകൾ വന്നാൽ അവർക്ക് പ്രത്യേക സീറ്റ് നിലത്തിരിക്കണം, അവർക്ക് പ്രത്യേക കപ്പ് മറ്റേ ക്ലാസ്സിൽ കൊടുക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള തെമ്മാടിത്തരങ്ങൾ വ്യാപകമായി നടക്കുന്നൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിനെക്കുറിച്ച് ദ്രാവിഡ പാർട്ടികളുടെ ഭരണം അങ്ങനെ മാറി മാറി നടക്കുകയാണ്. അവരൊക്കെ ദ്രാവിഡ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ അങ്ങ് സമുദ്ധരിച്ചു എന്നാണ് DMKയും ADMK ഒക്കെ പറയുന്നത്. ഇപ്പോഴും അതാണ്. ഇവർ എന്ത് പിന്നാക്കക്കാരായ SC/STക്ക് വേണ്ടി എന്ത് പിന്നാക്കാണ് ഈ ദ്രാവിഡ പാർട്ടികൾ ചെയ്തിട്ടുള്ളത്? അവരിപ്പോഴും ഈ വാദഗടിയല്ലാതെ അവിടെ സ്ത്രീകളെ പൂജാരിമാരാക്കിയൊക്കെ സ്റ്റാലിനൊക്കെ ചില നാടകം നടത്തി. ഇപ്പോഴും ദ്രാവിഡ പാർട്ടികൾ മാത്രം ഭരിച്ചിട്ടുള്ള സംസ്ഥാനമാണ് അല്ലേ? കാലങ്ങളായി. പണ്ട് ഒരുപാട് കാലം മുമ്പ് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ദ്രാവിഡ പാർട്ടികൾ മാത്രം, MGRന് ശേഷം ദ്രാവിഡ പാർട്ടികൾക്ക് മാത്രം ഭരിക്കാൻ കഴിഞ്ഞ ഈ സംസ്ഥാനത്ത് ദ്രാവിഡ ജനങ്ങളെന്ന് ഇവർ പറയുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഇവരൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വഴി നടക്കാനും അമ്പലത്തിൽ പോകാനും വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനും തുല്യ പരിഗണന കിട്ടാത്ത മനുഷ്യർ ഹിന്ദു സമുദായത്തിൽ ഇപ്പോഴും അവിടെ ഉണ്ടാവുന്നത്. ഇതിനെ ഒരു സാമൂഹിക പരിഷ്കർത്താവും അതിൽ ഇടപെടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തും RSSും ഒക്കെ ഈ ജാതീയത ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രദമായി ഇപ്പോഴും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വണ്ണിയാർ സമുദായത്തിൻ്റെ ഭീഷണി മൂലം ബിദ്രി ATMN കോവിലിൽ SC/ST ദളിത് വിഭാഗങ്ങൾക്ക് കയറാൻ പറ്റാതെ അവതരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടായ ഡെവലപ്മെൻറ്റൂടെ പറയാം. നമ്മളിത് ചർച്ച ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് 9 വീണ്ടും കുംഭാഭിഷേകം വന്നു. അപ്പോൾ എന്ത് ചെയ്തു? കുംഭാഭിഷേകത്തിന് ഇത്തവണ ഇവർക്ക് പങ്കെടുക്കണമെന്ന് SC/ST വിഭാഗത്തിൽ നിന്ന് ആഗ്രഹം വന്നു. അങ്ങനെ ജില്ലാ ഭരണകൂടമായിട്ടൊക്കെ ബന്ധപ്പെട്ടു ഓഗസ്റ്റ് 5 എന്ത് ചെയ്തു? ഒരു മീറ്റിംഗ് നടന്നു. എല്ലാവരും വിളിച്ചിട്ട് ജില്ലാ ഭരണകൂടം പറഞ്ഞു, ഒരു കാര്യം, ഒരു വിലക്കൊന്നും പറ്റത്തില്ല, ഇത് പൊതുക്ഷേത്രമാണ്, എല്ലാവർക്കും പ്രവേശനമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ഓക്കെ എഗ്രീഡ്, എല്ലാവരും വണ്ടിയാർ സമുദായക്കാരും പറഞ്ഞു ശരി അവരും വന്നോട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവർ ചെയ്ത തെമ്മാടിത്തരം എന്നറിയോ? ആ ഗ്രാമത്തിലേക്ക് വരാനുള്ള വഴിയെല്ലാം അടച്ചു കളഞ്ഞു. പുറത്തൊന്നും കയറാൻ പറ്റില്ല. ഇതെന്ത് വണ്ണിയാർമാരുടെ രാജ്യമോ? ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു മുന്നോക്ക സമുദായത്തിന് അവിടെ ഭൂരിപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. ചുമ്മാതല്ല, തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും കോസ്റ്റൽ മേഖല മുഴുവൻ ഇവാഞ്ചലിസ്റ്റുകൾ കൊണ്ടുപോയി പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ആളുകളെ മുഴുവൻ മതം മാറ്റ ലോബി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ഇസ്ലാമിലേക്ക് പോകുന്നു. മതപരിവർത്തനത്തിന് സ്വന്തം സമുദായത്തിലുള്ള ഹിന്ദു മതത്തിലെ പ്രബല വിഭാഗമായ എണ്ണത്തിൽ കൂടുതലുള്ള SC/ST വിഭാഗങ്ങളെ ഇവിടുത്തെ മുതിർന്ന ജാതിക്കാരെന്ന് പറയുന്നവർ ആട്ടി ഓടിച്ച് ക്രിസ്ത്യാനിയും മുസ്ലിമും ആക്കിക്കൊണ്ടിരിക്കുക. വെറുതെയല്ല തമിഴ്നാട്ടിൽ ഒരു ഗ്രാമം വഖഫ് കൊണ്ടുപോയത്. 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം ഉൾപ്പെടെ വഖഫിൻ്റെയാണെന്ന് അവകാശപ്പെട്ടു. തമിഴ്നാട്ടിൻ്റെ കോസ്റ്റൽ മേഖലയിലും പല മേഖലകളിലും SDPIയും പോപ്പുലർ ഫ്രണ്ടും സ്വാധീനം ഉറപ്പിക്കുകയാണ്. പലയിടത്തും വലിയ തോതിൽ മുസ്ലിം മതത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ജാതി ഇല്ലെന്നാണ് പറഞ്ഞത്. അവിടെ അതിനേക്കാൾ വലിയ ജാതിയാണെന്ന് നമുക്കറിയാവുള്ളൂ. കേരളത്തിലെ ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിലെ കാര്യം വരെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് കഴിയുമ്പോഴേ അവർക്ക് അറിയാവുള്ളൂ. ഇപ്പോൾ ദളിത് ക്രിസ്ത്യാനി എന്നൊരു ക്രിസ്ത്യാനി ഉണ്ടറിയോ? ക്രിസ്ത്യാനി മതം മാറി ക്രിസ്തു മതം സ്വീകരിച്ചാൽ അവൻ ദളിത് ക്രിസ്ത്യാനിയാണ്. പിന്നെ എന്തിനാണ് ഇവൻ മതം മാറി പോകുന്നത്? ദളിതൻ മതം മാറി ക്രിസ്ത്യാനിയായാലും ദളിത് ക്രിസ്ത്യാനിയാണ്. ദളിത് ക്രിസ്ത്യാനി അവശ്യ ക്രൈസ്തവരത്തൊക്കെ പറയുന്നില്ലേ? ദളിത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞത് തന്നെയാണ്. അവർക്ക് പള്ളി വരെ വേറെയാണ്. അപ്പം കബളിപ്പിക്കൽ വലിയ തോതിൽ ജാതീയതമായ തീണ്ടാപ്പാടകല നിർത്തലും അസ്പൃശ്യതയും മാറ്റി നിർത്തലും ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഹിന്ദു മതത്തിൻ്റെ ഒരു ഏകീകരണം ആവശ്യപ്പെടുന്ന ഒരു കാലത്ത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ആ സമുദായത്തിലെ മറ്റ് ജാതിക്കാരെ ആട്ടിപ്പായിച്ച് വഴി നടക്കാൻ സമ്മതിക്കാത്ത തെമ്മാടിത്തരം വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും പുതിയ ഒരു എപ്പിസോഡാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയണ്ടേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്
എല്ലാവരും മതം മാറുന്നേ, ഇസ്ലാം ഭൂരിപക്ഷമാവുന്നേ, ക്രിസ്ത്യാനി ഭൂരിപക്ഷമാവുന്നതൊക്കെ നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വണ്ണിയാർ സമുദായത്തെക്കുറിച്ച് കാലങ്ങളായി കേൾക്കുന്ന ഒരു വാർത്തയാണിത്. അവർക്ക് അവിടുത്തെ ബ്രാഹ്മിൻസ് പോലും തമിഴ്നാട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വണ്ണിയാർ സമുദായത്തിന് ഭയങ്കര ജാതി കുശുമ്പുള്ളൊരു സമുദായമായിട്ടാണ് പൊതുവിൽ കേൾക്കുന്നത്. ഒരുപാട് ആക്ഷേപങ്ങൾ, ഒരുപാട് പരാതികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഏതായാലും ഈ സ്വന്തം മണ്ണിലെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ ജാതി പറഞ്ഞ് പാവങ്ങളായ ദളിതരെ അമ്പലത്തിൽ കയറ്റില്ല, ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിന് സ്റ്റാലിനായാലും ആരായാലും ഇത്തരം ആളുകളെ ഈ ഉരുക്കും മുഷ്ടി കൊണ്ട് നേരിടണം. അത്യാവശ്യമാണ്. ഏതായാലും സർക്കാർ ഇപ്പോൾ വന്നിട്ട് അമ്പലം തുറന്നു കൊടുത്തു. അവിടെ ഇവരെ വഴി തടഞ്ഞ 1500 പേർക്കെതിരെ, ആ വലിയ ഗ്രാമത്തിലുള്ള 1500 പേര് സംഘടിച്ച് വന്നാണ് വഴി തടഞ്ഞത്. അവർക്ക് 1500 പേർ കണ്ടാൽ അറിയുന്ന 1500 പേർക്കെതിരെ കേസെടുത്ത് മാത്രം ഈ 1500 എണ്ണത്തിനെ അറസ്റ്റ് ചെയ്ത് ഒരു 2 ആഴ്ച റിമാൻഡ് ചെയ്ത് ജയിലിലടക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അത് സ്റ്റാലിൻ ചെയ്താലും ശരി, ആര് ചെയ്താലും ശരി. കാരണം ഈ ജാതിയുടെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുക, ഹിന്ദു സമുദായത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏത് വണ്ണിയരാണേലും അതിനെ കൈകാര്യം ചെയ്യണം. അതിനെ കൈകാര്യം ചെയ്യാൻ മറ്റ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട മറ്റ് ജാതികളും മുന്നോട്ട് വരണം. കാരണം ഇത് ഇനി മുന്നോട്ട് പോയാൽ ഈ രാജ്യം തന്നെ കുഴപ്പത്തിലാവും. ഏതായാലും സർക്കാർ ഇപ്പം ജില്ലാ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ഉള്ള വഴി കിട്ടല്ലോ, വഴി സർക്കാർ അങ്ങ് ഏറ്റെടുക്കുകയാണ്. സർക്കാരിൻ്റെ വഴിയാക്കുക, ഗ്രാമത്തിലെ വഴി, ഒരു പ്രത്യേക വഴിയുണ്ടാക്കി ക്ഷേത്രം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്തൊക്കെയാലും തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിനെ കുറിച്ച് പല ആക്ഷേപങ്ങളും പരാതികളും നമുക്കുണ്ടെങ്കിലും ഈ ബിദ്രി ATMN കോവിൽ ദളിത് വിഭാഗങ്ങൾക്ക് പ്രവേശനം കൊടുക്കാൻ വേണ്ടി സർക്കാർ എടുത്തിരിക്കുന്ന ഈ നടപടികളെ സർവാത്മന പിന്തുണയ്ക്കാനേ കഴിയുള്ളൂ. സവർണ ജാതിയാണെന്ന് കരുതി കീഴ്ജാതിക്കാരോട് തെമ്മാടിത്തരം കാണിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. കാരണം ജാതീയതയുടെ പേരിൽ ഹിന്ദു മതത്തെ ആകെ നശിപ്പിച്ച് ഹിന്ദുക്കളെ ഇല്ലാതാക്കാനൊരു ശ്രമം നടക്കുമ്പോൾ അതിൻ്റെ കോടാലിക്കൈയായി നിൽക്കുന്നവരെ തള്ളി പറയാതെ മുന്നോട്ട് പോകാൻ പാടില്ല. ജാതി അല്ല ഇന്നത്തെ ഏറ്റവും മൗലികമായ പ്രശ്നം. ജാതിയുടെ പേരിൽ കലാപം കലഹമുണ്ടാക്കുന്നവരെ തുറുങ്കിലടച്ച് ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത് നടപടിയെടുക്കാൻ ഏത് ഭരണകൂടം മുന്നോട്ട് വരുന്നോ അവരുടെ കൂടെ നിൽക്കാനേ നമുക്ക് കഴിയും. മനുഷ്യത്വവും മനുഷ്യസ്നേഹമൊക്കെ വളരെ ആവശ്യമുള്ളൊരു കാലഘട്ടം. അതെ, തീർച്ചയായും. അത് മാനവികത മാത്രമല്ല. കാരണം ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നുള്ളൂ, ഹിന്ദുക്കോസ് പറയുന്നുണ്ടല്ലോ, ഹിന്ദുക്കൾ വലിയ ഭീഷണി നേരിടുന്നു. എങ്ങനെ ഹിന്ദുക്കൾ ഭീഷണി നേരിടാതിരിക്കും? ഇതല്ലേ ഹിന്ദു എന്ന് പറഞ്ഞാൽ? അവൻ ഹിന്ദു ആണെന്ന് ചോദിച്ചാൽ അവൻ നായർ, നമ്പൂതിരി ഒക്കെയായി പല തട്ടായിട്ട് കിടക്കുകയാണ്. അല്ലാതെ ഹിന്ദു എന്ന ഏക രൂപത്തിലേക്ക് ഉണർന്നു വരാൻ എന്ന് കഴിയും ഈ സമുദായത്തിന്? അതിന് ഇനിയെങ്കിലും ഈ ബിദ്രി ATMN കോവിലിൽ നടന്ന ഈ തെമ്മാടിത്തരം ഇത്തരത്തെ അവസാനത്തെ തെമ്മാടിത്തരം ആവട്ടെ. അതിനെ ചെറുക്കാൻ, നേരിടാൻ ബാക്കിയുള്ള മുഴുവൻ വിശ്വാസികളും മുന്നോട്ട് വരണം. ഈശ്വരൻ എന്ന് പറയുന്നത് സവർണൻ്റെ മാത്രമൊന്നുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.